പത്തനംതിട്ട കൂടൽ വാഹന അപകടത്തിൽ മരണപ്പെട്ട അനുവിൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്നുമുള്ള തത്സമയ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. നമ്മുടെ പ്രതിനിധി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ് അവിടെ നിന്നും. മിഥുൻ, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി തിരിച്ച് മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണോ ഇപ്പോൾ കടക്കുന്നത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ. മിഥുൻ കേൾക്കുന്നുണ്ടോ? മിഥുൻ, മരണപ്പെട്ട അനുവിൻ്റെ വീട്ടിൽ നിന്നാണ്. മിഥുൻ, അവിടെയുള്ളൊരു അന്തരീക്ഷം. തീർത്തും വലിയ ഞെട്ടലോടെ തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അനുവിൻ്റെയും അതുപോലെ തന്നെ ബിജു പി ജോർജ്, പിതാവ് ബിജു പി ജോർജിൻ്റെയും വീട്ടിലാണുള്ളത്. ഇവിടെ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറയുകയാണെങ്കിൽ 15 ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ആഹ്ലാദത്തിൻ്റെതായിട്ടുള്ളൊരു നിമിഷങ്ങളിലൂടെ കടന്നുപോയ വീടാണ് ഇപ്പോൾ അതിൽ നിന്ന് ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഉള്ളത്. ഇന്ന് രാവിലെ അതിരാവിലെ ഇത്തരത്തിലുള്ള ഈ വാർത്ത പത്തനംതിട്ട മാതാവ് മാത്രമാണ് ഉള്ളത്. അപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ അതെല്ലാം എപ്പോഴാണ് എന്നത് സംബന്ധിച്ച് ബന്ധുക്കളെല്ലാം തിരികെ വന്നതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് നീങ്ങും. അത് തീരുമാനിക്കുമെന്നാണ്. സംസ്കാരമടക്കമുള്ള ചടങ്ങുകൾ എങ്ങനെയുള്ള കാര്യത്തിൽ അതിനുശേഷം തീരുമാനമാകുമെന്നാണ് സംസ്കാരമടക്കമുള്ള ചടങ്ങുകൾ എങ്ങനെയെന്നുള്ള കാര്യത്തിൽ അതിനുശേഷം തീരുമാനമാകുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഞെട്ടൽ വിട്ടുമാറാതെ തന്നെയാണ് ഈ നാട്ടുകാരും വീട്ടുകാരും എല്ലാം തന്നെ നിൽക്കുന്നത്. ഇവർ ഇതിനുശേഷം ഈ വീട്ടിലേക്ക് ആളുകൾ ഓരോരുത്തരായി എത്തുകയും മറ്റ് ചടങ്ങുകളിലേക്ക് നീങ്ങുകയും ചെയ്യും. നമുക്ക് ഇവിടുത്തെ ആളുകളുടെ പ്രതികരണമെല്ലാം തന്നെ ആർക്കും തരാൻ കഴിയുന്ന ഒരു തരത്തിൽ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഇവിടെ എത്തിച്ചേർന്നവരെല്ലാം പറയാൻ കഴിയുന്നത് ഇത്തരയിൽ വിവാഹത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും ആഘോഷ ചടങ്ങുകളെല്ലാം പിന്നെ ദുഃഖത്തിലേക്ക് വീണ മാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഉള്ളത്. ഇവിടുത്തെ മോർണിംഗിലാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. രാവിലെ പള്ളിയിൽ ബന്ധുവായിട്ട് വരും. അതിപ്പോൾ രാവിലെ മോർണിംഗിലാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. രാവിലെ പള്ളിയിൽ പോകാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോഴാണ് ഇതുപോലെ വിവരം അറിയുന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചോണ്ടേ പറഞ്ഞു കൺഫേമായി. അതൊരു വളരെ, കാരണം 30-ായിരുന്നു ഇവരുടെ മാരേജ്. അതൊരു വലിയൊരു സംഭവം, എല്ലാവർക്കും സഹിക്കാനാകാത്തൊരു ദുഃഖം ഈ നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെ. വളരെ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ വന്നിരുന്നു. വളരെ ആനന്ദകരമായി നല്ല രീതിയിൽ തന്നെ വിവാഹമൊക്കെ നടന്ന് വളരെ സന്തോഷമായിട്ടായിരുന്നു കുഞ്ഞുങ്ങൾ. പക്ഷെങ്കിൽ ഒരു വല്ലാത്ത സംഭവമായിപ്പോയി. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഇവിടെ ഇപ്പോൾ പുള്ളിയുടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മോനും പോയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട്. പിന്നെ അവർ ഇപ്പോൾ ഒരു മോളുമാണ്. അതിൽ മോളല്ലേ മരിച്ച്, മോളും പപ്പയും മരിച്ചു. അപ്പം ഇനിയിപ്പം വൈഫ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വിദേശത്തേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പ് തന്നെയായിരുന്നു ഈ അനു നടത്തിയിരുന്നത് ഭർത്താവിനൊപ്പം, നിഖിലിനൊപ്പം. പോകണമെന്ന്, കല്യാണത്തിന് ശേഷം പോകണം എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം. എടാ, ഈ നാട്ടുകാരനാണോ? എങ്ങനെയാണ്? നാട്ടുകാരനാണ്, പക്ഷേ അടുത്തുള്ള വീടാണ്. പക്ഷേ വീടുമായിട്ട് ഈ വിവാഹമൊക്കെ നടക്കുന്നില്ല. ആ സമയത്ത് ഇവിടെ വന്ന് താമസിക്കുന്നു. എന്തായാലും ഈ ഒരു വലിയൊരു ദുഃഖം തന്നെയാണ് ഈ നാട്ടിലെ സംബന്ധിച്ച്. ആന്നാണ് ഭയങ്കര പലർക്കും കിട്ടാത്ത. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലൊരു ഈ സന്തോഷത്തിന്റെ പ്രതീക്ഷിതം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലൊരു ഈ ഒരു സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു അത്യുന്നതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ കുടുംബം എത്തിപ്പെട്ട ഈ ഒരു അവസ്ഥ ഇവർക്ക് ചിന്തിക്കാനാവുന്നതിലപ്പുറമാണ്. വളരെ ആഘാതം തന്നെയാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ നിഖിലിൻ്റെ വീട്ടിലും നമ്മൾ പോയിരുന്നു. അവിടെയും ബന്ധുക്കളെല്ലാം തന്നെ എത്തി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും ബന്ധുക്കളെല്ലാം കൂടുതലും ആശുപത്രി പ്രദേശത്താണുള്ളത്. വളരെ കുറഞ്ഞ ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ വീടുകൾ എത്തിയിട്ടുള്ളത്. ആശുപത്രിയിൽ മറ്റ് ചടങ്ങുകൾ, മറ്റ് അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി. അതെ, ശരി മിഥുൻ. പത്തനംതിട്ട കൂടൽ വാഹന അപകടത്തിൽ മരണപ്പെട്ട അനുവിൻ്റെ വീട്ടിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു.